രവീന്ദ്രൻ പട്ടയത്തിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഹൈക്കോടതി. ആത്മാർത്ഥമായ അന്വേഷണം നടന്നില്ല എന്നുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വ്യാജ പട്ടയ കേസുകളിൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷണം വേണമെന്നാണ് കോടതി പറയുന്നത്. മൂന്നാർ കയ്യേറ്റം അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് സർക്കാർ ഇതിനിടയിൽ കോടതിയെ അറിയിക്കുകയും ചെയ്തു. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം. മൂന്നാർ കയ്യേറ്റ വിഷയം അതോടൊപ്പം തന്നെ രവീന്ദ്രൻ പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. ഇത് പരിഗണിച്ച വേളയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ജസ്റ്റിസുമാരായിട്ടുള്ള മുഹമ്മദ് മുഷ്താഖും ശോഭ അന്നമ്മയ്യപ്പനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉന്നയിക്കുകയും ചെയ്തു. അതായത് രവീന്ദ്രൻ പട്ടയ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, ഏത് വിധത്തിലുള്ള അന്വേഷണമാണ് നടന്നത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്, എന്തുകൊണ്ട് മറ്റു കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ സമയത്ത് സർക്കാർ മറുപടി നൽകിയത് 42 കേസുകളാണ് ഈ വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട് നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്താൻ തക്ക തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. സംശയത്തിന്റെ പുറത്ത് മാത്രം ഇത്തരത്തിൽ നടപടികൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ആ സമയത്താണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞത് ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം ഈ രവീന്ദ്രൻ പട്ടയ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വ്യാജ പട്ടയ കേസുകളിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ഒരു അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഉദ്യോഗസ്ഥർ പണം വാങ്ങി എന്നതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ മൂന്നാർ കയ്യേറ്റ വിഷയത്തിലടക്കം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് മറ്റ് നടപടികൾ നടത്തുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെന്നുള്ള രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്, ഈ ഏലം കുത്തകപാട്ട ഭൂമിയിൽ, അതായത് ഏലം കുത്തകപാട്ട ഭൂമിയിൽ നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന സംഭവത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, റവന്യൂ ഉദ്യോഗസ്ഥർ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരിലേക്കും അന്വേഷണം നീട്ടണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും 42 വ്യാജപട്ടയ കേസുകളിൽ അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് ഹൈക്കോടതി ഇന്ന് ആവർത്തിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. രവീന്ദ്രൻ പട്ടയ കേസുകളിലടക്കം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള നിലപാടും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നടപടി റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വ്യാജ പട്ടയ കേസുകളിൽ സർക്കാർ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപം ഹൈക്കോടതി നടത്തുകയും CBI വേണമെന്നുള്ള ഒരു നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വ്യാജ പട്ടയ കേസുകളിൽ അഴിമതി നിരോധന വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തെ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചുകൊണ്ട് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയം, ഈ വ്യാജ പട്ടയ കേസുകളിൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷണം വേണം എന്നുള്ള കോടതി നിരീക്ഷണമാണ്. അതിനി മറ്റ് കേസുകൾക്ക്, സമാന സ്വഭാവമുള്ള കേസുകൾക്ക് കൂടി ബാധകമാകുമല്ലോ രേഷ്മ, സ്വാഭാവികമായും? തീർച്ചയായിട്ടും അനു, കാരണം നേരത്തെ തന്നെ വ്യാജ പട്ടയ കേസുകളിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. പല കേസുകളും കീഴ്ക്കോടതിയിലടക്കം പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ പരാജയപ്പെട്ട കേസുകളിന്മേൽ ഒരു അപ്പീൽ പോകുവാൻ സർക്കാർ തയ്യാറെടുത്തതുമില്ല. എന്തായാലും ഈ പൊതുവായിട്ടുള്ള വ്യാജ പട്ടയ കേസുകളിലൊക്കെ തന്നെ ഗൂഢാലോചന മാത്രം ചുമത്തിയ കേസുകളാണ്. അവയിലൊക്കെ തന്നെ ഈ അഴിമതി നിരോധന വകുപ്പ് കൂടി, അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് അന്വേഷണം നടത്തേണ്ടി വരും. മാത്രമല്ല, ഉദ്യോഗസ്ഥരടക്കം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ പണം വാങ്ങിയിട്ടാണോ ഈ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചു നൽകിയത് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കേണ്ടി വരും. പൊതുവായിട്ട് തന്നെ വ്യാജ പട്ടയ കേസുകളിൽ ഇത്തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അനു, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.